മറ്റൊരു ചോദ്യം ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഭർത്താവ് നല്ലയാളല്ലെങ്കിൽ കുട്ടികളും ചീത്തയാകുമോ? ചെറിയ രീതിയിലെ ദീനിയായി നടക്കുന്നുള്ളൂ. സുബഹി ജമാഅത്ത് അധികവും കിട്ടാറില്ല. ചിലപ്പോൾ മ്യൂസിക്കൊക്കെ കേൾക്കും. അപ്പോൾ മകനും അതുപോലെ ആകുമോ എന്ന് പേടിയുണ്ട്. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. കുറേ കുട്ടികൾ വേണമെന്നുണ്ട്. പക്ഷേ ഉണ്ടാകുന്ന കുട്ടികൾ ഇവരെ പോലെ ചീത്തയാകുമോ? ഇവരെ കണ്ടുപഠിക്കുമോ? എനിക്ക് പേടിയാണ്. കുട്ടികൾ നന്നായില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ഉത്തരം പറയണ്ടേ? എനിക്ക് ഭർത്താവ് തന്നെയാണ് ദീനൊക്കെ പഠിപ്പിച്ചു തന്നത്. ആദർശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതും അവരാണ്. എന്നാൽ അവർക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് വാപ്പൊരു പ്രധാന ഘടകം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം ഒരു കുട്ടിയുടെ വളർത്തുന്ന കാര്യത്തിൽ വാപ്പയുടെ ദീനിയായിട്ടുള്ള മാതൃകയും അച്ചടക്കങ്ങളും ഒക്കെ എന്താണ് വളരെ പ്രധാനം തന്നെയാണ്. പക്ഷേ ഒരു വാപ്പ അങ്ങനെയാണ് എന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ ആ വാപ്പയുടെ ദോഷങ്ങൾ മക്കളിലില്ലാതെ പോകാൻ നമുക്ക് കഴിയും. കാരണം അങ്ങനെ സാധിക്കാതെ വരികയാണെങ്കിൽ ഇന്ന് ഈ കൂട്ടുകുടുംബങ്ങളിലൊന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മക്കളെയും ദീനിയായിട്ട് വളർത്താൻ കഴിയില്ല. കാരണം ഒന്നോ രണ്ടോ ഫാമിലികൾ അതിലുണ്ടെങ്കിൽ ചില ഫാമിലി വളരെ ലിബറലായി ദീനിൻ്റെ ഒരു അച്ചടക്കവും പാലിക്കാതെ മക്കൾ വളർത്തുന്നുണ്ടായിരിക്കും. അവിടെ തന്നെ നമ്മളെ കുട്ടികളെ വളരെ ദീനിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടീനെ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, അമ്മോനെ നീ എൻ്റെ കൂടെ വാ, നമുക്കൊരു ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ താഴത്തെ എൻ്റെ വീട്ടിൽ കൊന്നു വാ എന്ന് പറയുമ്പോൾ അവൻ ഉമ്മൻ്റെ മുഖത്തേക്ക് നോക്കും, പോകാൻ പറ്റൂല. എത്രമാത്രം ഇഷ്ടപ്പെട്ടൊരു മിഠായി നൽകുമ്പോൾ പോലും ഉമ്മ അത് വാങ്ങിക്കോ എന്ന് പറയാൻ കാത്തു നിൽക്കും. അപ്പോൾ അത്രമാത്രം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാപ്പ ഒരു നല്ല ദീനി അച്ചടക്കത്തിലല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ ഉമ്മ വളരെ അച്ചടക്കത്തിൽ പോവുകയും അതിനനുസരിച്ച് ഇവന് മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്താൽ അവൻ മനസ്സിലാക്കിയ എന്താണ്, വാപ്പ ദീനി അല്ല, വാപ്പ മതപരമായ കാര്യങ്ങളിൽ എന്തല്ല കണിശതയുള്ള ആളല്ല എന്നവൻ മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളിൽ വാപ്പനെ അവൻ മാതൃകയാക്കാതിരിക്കുകയും ചെയ്യും. അതാണ്. പിന്നെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവനോടിപ്പോൾ നിസ്കരിക്കാൻ പറയുമ്പോൾ വാപ്പ നിസ്കരിച്ചോ, അവനോട് പിന്നെ ബിസ്മില്ലായിട്ട് ഭക്ഷണം കഴിച്ചു പറയുമ്പോൾ വാപ്പ ബിസ്മില്ലയോ എന്ന് അവൻ ചോദിക്കും. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യഘട്ടങ്ങളിലൊരു ചോദ്യം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാപ്പനെ കുറ്റപ്പെടുത്തി വാപ്പനെ പുറന്തള്ളൊന്നും വേണ്ട, ഇങ്ങനെയാണ് ഇസ്ലാമിക മര്യാദ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് പറഞ്ഞു കൊടുക്കുക. ഇനി വല്ലാതെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ എന്താണ്, ഇപ്പം ഉമ്മ മോനെ ശീലിപ്പിക്കണുണ്ടല്ലോ ഇതേപോലെ ചിലപ്പോൾ വാപ്പനെ ചെറുപ്പത്തിൽ എന്തുണ്ടായിരിക്കില്ല, ആ ശീലിപ്പിക്കാൻ ആളുണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വാപ്പ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താത്ത, എന്നാൽ മോൻ അദ്ദേഹത്തെ പൂർണ്ണമായും അനുകരിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് നൽകുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനെ നമ്മുടെ ഒരു മാതൃകയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഉമ്മ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വിഷയങ്ങളും അവനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് കൂടെ നിർത്തിക്കഴിഞ്ഞാൽ വാപ്പ നല്ലവനല്ല, അല്ലെങ്കിൽ വാപ്പയിൽ നല്ല മാതൃകകളില്ല, അല്ലെങ്കിൽ വാപ്പക്ക് നമസ്കാരത്തിൽ ഉദാസീനതകളുണ്ട് എന്നത് ഈ കുട്ടിയുടെ ഭാവിയെ ബാധിക്കാതെ തന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വാപ്പാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യണ്ട, അതെ, എന്നാൽ വാപ്പാനെ നന്നാക്കി പറയുകയും ചെയ്യണ്ട. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, നുണ പറയാതെ തന്നെ നമുക്ക് കുട്ടികളെ ശരിയാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും നല്ലൊരു ഉത്തരമാണ്. ജസാക്കുമുല്ലാഹു.